والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. നമ്മുടെ വിഷയം മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റൗളത്തുൽ ത്വാലിബീൻ, ഒരു ചരിത്ര രചന ശാസ്ത്ര വിശകലനം ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ 7-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ ഒരുപാട് ഇമാമുമാർ അയിമ്മത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്നത്. ഇമാം അവരുടെ റൗളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ റൗള ഇമാം നവവി തങ്ങൾ ചുരുക്കുന്നത് ഇമാം റാഫി തങ്ങളുടെ മുഹററിൽ നിന്നാണ്. ഇമാം റാഫി തങ്ങളുടെ ഫത്ഹുൽ അസീസ് അല്ലെങ്കിൽ ഷർഹുൽ കബീറിൽ നിന്നാണ്. ഫത്ഹുൽ അസീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇമാം ഇബ്നു സ്വലാഹ് തങ്ങൾ പറയുന്നു, ലം യുശ്റഹിൽ വജീസു ബിമിസ്ലിഹി, ഫത്ഹുൽ അസീസിനെ പോലെ വജീസിനെ ഷർഹ് ചെയ്ത മറ്റൊരു ഗ്രന്ഥം ഷാഫി മദ്ഹബിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇമാം ഇസ്നവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ലം യുസന്നഫ് ഫിൽ മദ്ഹബി മിസ്ലുഹു, ഫത്ഹുൽ അസീസിനെ പോലെ മദ്ഹബിൽ മറ്റൊരു ഗ്രന്ഥം ഇതുപോലെ രചിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലഗ്രന്ഥത്തിൽ നിന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഈ കിതാബ് റൗള രചിക്കുന്നത്. റമളാൻ 15 ഒരു വ്യാഴാഴ്ചയാണ് റൗളയുടെ രചന തുടങ്ങുന്നത്. റൗളയുടെ രചന അവസാനിക്കുന്നത് ഹിജ്റ 669 റബീഉൽ അവൽ 15 ഒരു ഞായറാഴ്ച. അതായത് ഏകദേശം 3 വർഷം എടുത്താണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ റൗള എന്നുള്ള കിതാബ് രചിക്കുന്നത്. നവവി ഇമാമിൻ്റെ 38-ാമത്തെ വയസ്സിലാണ് റൗളയുടെ രചനയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. ഈ 38-ാമത്തെ വയസ്സിൽ തന്നെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പ്രസിദ്ധമായ കിതാബായ മിൻഹാജിനെയും രചിക്കുന്നത്. അതായത് മിൻഹാജ് എന്നുള്ള കിതാബ് ഏകദേശം ഒരു റൗളയുടെ ഒരു മുഖ്തസർ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ഈ റൗളൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റൗളയിൽ എല്ലാ മഷൂറായ അഖ്വാലുകളും ഉണ്ടാവും, മുൻകറായ അഖ്വാലുകളും ഉണ്ടാവും, ഖരീബായ മസാലകളും ഉണ്ടാവും. ഈ മസലകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല മസലകൾ മാത്രം ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മിൻഹാജ്. ഇമാമിന് 38-ാമത്തെ വയസ്സിൽ രചന പൂർത്തീകരിച്ച ഏക 2 കിതാബുകൾ റൗളയും മിൻഹാജും മാത്രമാണ്. ഈ റൗളയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള മിൻഹാജുൽ മുഹദ്ദിസീനും റിയാദുസ് സ്വാലിഹീനും മജ്മൂഉം തഹ്രീറും അതുപോലെ ഇംലാവും നവവി റഹ്മത്തുള്ളാഹി അലൈഹി രചിക്കുന്നത്. ഈ റൗളയുടെ രചന നടക്കുന്നത് നവവി തങ്ങളുടെ തന്നെ മജ്മൂഇൻ്റെ 1-ാമത്തെ മജ്മൂഅ് മബ്സൂത്തിൻ്റെയും മുത്തവസ്സിത്തിൻ്റെയും ഇടയിലാണ് റൗളയുടെ രചന പൂർത്തിയാകുന്നത്. അതായത് ഈ റൗളയിൽ മജ്മൂഇലേക്കുള്ള കുറേ ഇഹാലത്തുകൾ കാണാൻ സാധിക്കും. പക്ഷെ ആ ഇഹാലത്തുകളൊക്കെ മനസ്സിലാകുന്നത് പിന്നീട് ഇമാം നവവി തങ്ങൾ റൗളയിലേക്ക് ഇൽഹാഖ് ചെയ്ത കാര്യങ്ങളാണെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ റൗളയുടെ ഇമാമിൻ്റെ കിതാബുകൾ റൗളയുടെ സ്ഥാനം എന്നുള്ളത് 5-ാമത്തെ സ്ഥാനമാണ്. 1 തഹ്ഖീഖ്, 2 മജ്മൂഅ്, പിന്നെ തൻഖീഹ്, പിന്നെ റൗള. പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ പ്രസിദ്ധമായ റൗളയുടെ ഒരു രീതിശാസ്ത്ര മൻഹജ് ഇമാംമാറുകൾ തന്നെ പറയുന്നു, ത്വരീഖത്തൻ മുതവസ്സിതതൻ ബൈനൽ മുബാലഗതി ഫിൽ ഇഖ്തിസാരി വൽ ഇളാഹ്, അതായത് ഒരു മിതമായ ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിരിവിട്ട് ചുരുക്കലോ അതല്ലെങ്കിൽ അമിതമായ നീട്ടലോ ഇല്ലാത്തൊരു മിതമായ ശൈലിയാണ് റൗളയുടെ മൻഹജ് എന്നുള്ളത്. അതുപോലെ ഇമാം നവവി തങ്ങൾ വലിയൊരു മുഹദ്ദിസ് ആണെങ്കിൽ പോലും റൗളയിൽ അദില്ലത്തുകൾ ഒരുപാട് കാണാൻ സാധിക്കില്ല. അദില്ലത്തുകൾ വളരെ ചുരുക്കം മാത്രമേ പറയുള്ളൂ. വളരെ ഖഫിയായ മസലകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇഷാറത്തുകളായിക്കൊണ്ട് മാത്രമേ നവവി തങ്ങൾ അദില്ലത്തുകളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫത്ഹുൽ അസീസിൻ്റെ ഒരു സംഗ്രഹമാണെങ്കിലും ഫത്ഹുൽ അസീസിലെ മസ്അലകൾ പറയുന്നതിലപ്പുറം ലഫ്ലിയായ ചർച്ചകൾ, ലഫ്ലിയായ കുറേ മുആഖദാത്തുകൾ, അതിൻ്റെ വിശകലനം ഞങ്ങൾ റൗളയിൽ കാണാൻ സാധിക്കില്ല. അതൊരു കിതാബിനെ ചുരുക്കാൻ വേണ്ടി നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒഴിവാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സാധാരണ മിൻഹാജിലേക്കുള്ളതുപോലെ തന്നെ ഫത്ഹുൽ അസീസിനേക്കാൾ കൂടുതൽ പറയുക അതല്ലെങ്കിൽ ഫത്ഹുൽ അസീസിനെ എന്തെങ്കിലും തിരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഇമാം നവവി തങ്ങൾ റൗളയിൽ ഖുൽതു വല്ലാഹു അലം എന്ന് പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. പിന്നെ ഇമാമിൻ്റെ ബാക്കിയുള്ള കിതാബുകളിൽ നിന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റൗളയിൽ ഒരുപാട് ഉസൂലിയ ചർച്ചകളും കൂടെ ഉണ്ട്. പല മസലകൾ പറയുന്ന സമയത്ത് അതിന് ഉസൂലിയായ ചർച്ചകൾ, ഉസൂലിയായ അതിൻ്റെ ദലീലുകൾ, അത്തരം അതുപരമായ ഇസ്തിംബാത്താത്തുകളൊക്കെ റൗളയിൽ കാണാൻ സാധിക്കും. പിന്നെ നവവി തങ്ങളുടെ റൗള
റൗളയുമായി ബന്ധപ്പെട്ട് പിൻകാലത്തുനിന്ന് ഒരുപാട് വർക്കുകളുണ്ട്, ഒരുപാട് ഷുറൂഹുകളുണ്ട്, ഹവാഷികളുണ്ട്. പിൻകാല ചർച്ചകളൊക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മറ്റൊരു സെഷനിൽ അത് വിശദമായിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റൗളയിൽ പിൻകാലത്ത് വന്ന പണ്ഡിതന്മാർ ഫഖഹാക്കൾ അസ്ലി റൗള എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫതുഹുൽ അസീസാണ്. വഫി അസ്ലി റൗള എന്ന് പറഞ്ഞാൽ ഫതുഹുൽ അസീസാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വഫി റൗളത്തി കഅസ്ലിഹ എന്ന് പറഞ്ഞാൽ ലഫ്ളൻ വ മഅനൻ, റൗളയും ഫതുഹുൽ അസീസും ഒരുപോലെയാണെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് വഫി റൗളത്തി കഅസ്ലിഹ എന്നുള്ളത്. ഇനി വഫി റൗളത്തി വ അസ്ലിഹ എന്ന് പറഞ്ഞാൽ മഅനയിലൊന്നായിരിക്കും, ലഫ്സിൽ നിന്നുണ്ടാകും വ്യത്യാസങ്ങളുണ്ടാകും. അതാണ് വഫി അസ്ലി റൗളത്തി വഫി റൗളത്തി കഅസ്ലിഹ അല്ലെങ്കിൽ വഫി റൗളത്തി വ അസ്ലി റൗള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇമാം നവവി തങ്ങളുടെ റൗള രചിക്കപ്പെടുന്നത് 38-ാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞു. ഈ 38-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രചനകൾ മുമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ വയസ്സിൽ ഇമാം നവവി തങ്ങൾ പൂർത്തിയാക്കുന്ന ഏക 2 കിതാബുകൾ മിൻഹാജും റൗളയുമാണ്. അതുകൊണ്ട് തന്നെ മിൻഹാജിൻ്റെയും റൗളയിൻ്റെയും ഇടയിൽ നമുക്ക് ഒരുപാട് സാമ്യതകൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരുപാട് മസലകളിൽ, ഒരുപാട് അതിൻ്റെ തർത്തീബാത്തുകൾ, അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇമാം നവവി തങ്ങളുടെ റൗള എന്നുള്ളത് ഫതുഹുൽ അസീസിൻ്റെ ഒരു മുഖ്തസറാണെങ്കിൽ പോലും ഒരു മുസ്തഖില്ലായ കിതാബിനെ പോലെ ഒരു മുസ്തഖില്ലായ കിതാബിന് ഉണ്ടാവേണ്ട ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊണ്ടൊരു കിതാബും കൂടി ഇമാം നവവി തങ്ങളുടെ റൗള എന്നുള്ളത്. പിന്നെ റൗളയുടെ ബാക്കിയുള്ള ഹവാഷികൾ, അതുപോലെ ഷുറൂഹുകൾ, റൗളയുമായി ബന്ധപ്പെട്ട് വേറെ കുറേ മുഖ്തസറാത്തുകൾ, ഈ റൗളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നഖ്തുകൾ, അതുപോലെ റൗളയുടെ ഒരുപാട് മുഷ്കിലാത്തുകളെ വിശദീകരിച്ച കിതാബുകൾ, ഇങ്ങനെ ഒരുപാട് വർക്കുകൾ പിൻകാലത്ത് റൗളക്ക് അധിഷ്ഠിതമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചർച്ചകളിലേക്ക് നാം ഇപ്പോൾ കടക്കുന്നില്ല. നമ്മുടെ ആ ചർച്ചകളൊക്കെ മറ്റൊരു സെഷനിൽ വന്നത് കൊണ്ട് നാം ഇത് മാത്രം പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.